സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ആൾക്ക് എന്തും പറയാം. ബുദ്ധിയുള്ളവർ ബുദ്ധിപൂർവ്വം പറയും. സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരാൾക്ക് എന്തും പറയാമല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി ആർക്കാ ഫണ്ട് കൊടുക്കുന്നത്? ബിൽഡിംഗ് ഫണ്ട് 4.5 കോടി രൂപ വന്നിട്ടുണ്ടെങ്കിൽ 4.5 കോടി രൂപ അക്കൗണ്ടഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പൈസ ക്യാഷായിട്ട് വന്നിട്ടില്ല. സംഘടന ഒരാളെ നിന്ന് 1 രൂപ ഇന്ന് വരെ വാങ്ങിച്ചിട്ടില്ല. എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്, അറിയത്തില്ല. സസ്പെൻഡ് ചെയ്തു, പുറത്താക്കിയതില്ല, സസ്പെൻഡ് ചെയ്തു എന്നാണ് ഞങ്ങൾ അങ്ങനെ അനിമോൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, അനിമോൻ വേറൊരു സംഘടന ഉണ്ടാക്കാനായിട്ട് കൊല്ലത്തും തൃശ്ശൂരുമുള്ള ചില ആളുകളുമായിട്ട് ആലോചന നടത്തി ഞങ്ങൾക്കറിയാം. അപ്പൊ അത് ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന് അത് തന്നെയായിരുന്നു. ഈ ശബ്ദ സംപ്രേഷണത്തിൽ പറയുന്നത് ഈ കോഴ കൊടുക്കുന്നത് തന്നെയാണ്. അപ്പം ബിൽഡിംഗ് കേസിന് പകരം അങ്ങനെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? അതെനിക്കറിയാം. ഞങ്ങളൊരു പുറത്താക്കിയ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്ക് എന്തും പറയാമല്ലോ. അങ്ങനെ അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കറിയത്തില്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും പറയാമല്ലോ അയാൾക്ക്. സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്ക് PMGയിലാണ് ഞങ്ങൾ ബിൽഡിംഗ് വാങ്ങുന്നത്. സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പകുതി കൂടുതൽ കാശ് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഏതാ ഞങ്ങള് 3 കോടിയോളം ഞങ്ങൾ കാശ് കൊടുത്തു കഴിഞ്ഞു. അതെ, ഇല്ലില്ല, സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ തന്നെ അയാൾ ഇറങ്ങിപ്പോയി. അല്ല, ഉച്ചയ്ക്ക് ശേഷം. ഞങ്ങൾ മീറ്റിംഗ് തുടങ്ങിയത് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പൊ തന്നെ അയാൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അല്ല, ഞാൻ പറഞ്ഞില്ല, 2 കാര്യങ്ങളാണ്. ഞങ്ങളെ ബിൽഡിംഗ് വേണ്ട എന്നുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട് പല ജില്ലകളിലും ആളുകളുമായിട്ട് വിളിച്ച് ഒരു സംസാരം നടത്തി. അതുകൊണ്ടാണ് ഈ 650 മെമ്പർമാരുണ്ടായിട്ട് ഞങ്ങൾക്ക് 4.5 കോടി രൂപ കളക്ട് ചെയ്യാൻ കഴിഞ്ഞോളൂ. അത് ഇവരുടെ ഒരു വിഭാഗീയ പ്രവർത്തനമാണത് അത്തരത്തിലേക്കൊരു ദോഷം ഉണ്ടാക്കിയത്. അപ്പോൾ അത് അനിമോന്റെ നേതൃത്വത്തിൽ നടക്കുകയാണെന്ന് ഞാൻ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഞങ്ങളുടെ പല മെമ്പർമാരും അനിമോൻ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൃത്യമായി അനിമോനുമായിട്ട് ഈ വിഷയം അവിടെ എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അനിമോനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓഡിയോയിൽ ഒരു കാര്യം വ്യക്തമാണ്. പ്രസിഡന്റിനെ വളരെ ന്യായീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഓഡിയോയിൽ ഒരു കാര്യം വ്യക്തമാണ്. ആ ജില്ലയിലുള്ള ബാറുടമകൾ തമ്മിലുള്ള തർക്കം, ചിലര് വ്യക്തിപരമായി പൈസ കൊടുത്തിരിക്കുന്നു, ഗ്രൂപ്പായി പൈസ കൊടുത്തിരിക്കുന്നു. ആ കണക്കുകളെല്ലാം പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷവും എങ്ങനെയാണ് പണം കൊടുക്കുന്ന കാര്യം പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം വളരെ സേവ് ചെയ്തുകൊണ്ടാണ് ആ ഓഡിയോ സംസാരിക്കുന്നത്. ഒരു കാര്യങ്ങൾ നടന്നു കിട്ടുമെങ്കിൽ നിങ്ങൾ സഹകരിക്കണം എന്ന് ഞാൻ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഓപ്പൺ ആയിട്ട് ഓഡിയോ ഇടുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രസിഡന്റിനെ പൂർണ്ണമായി ന്യായീകരിച്ചുകൊണ്ട് ഈ വ്യവസായം നിലനിൽക്കണം, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോട് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ആൾക്ക് എന്തും പറയാം. ബുദ്ധിയുള്ളവർ ബുദ്ധിപൂർവ്വം പറയും. സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരാൾക്ക് എന്തും പറയാമല്ലോ. അയാളെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ മാനസികാവസ്ഥ കൊണ്ട് അയാൾക്ക് എന്തുവേണം പറയാം. അയാൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ആ കമ്മിറ്റി വന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 7 വർഷമായി, ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഏറ്റവും പ്രതിസന്ധി ഘട്ടമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാറ് തുറന്നു തരിക എന്നുള്ളതാണ്. അന്ന് കൊടുക്കാത്ത സാധനം ഇനി എന്തിനാ? പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇനി ആർക്കാ ഫണ്ട് കൊടുക്കുന്നത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി ആർക്കാ ഫണ്ട് കൊടുക്കുന്നത്? അല്ല, ഞങ്ങളോട് ആവശ്യപ്പെട്ടില്ല. ഞങ്ങൾ ഈ 7 വർഷമായിട്ട് പ്രവർത്തിക്കുമ്പം ഞങ്ങളോട് ഏതെങ്കിലും ഒരു സംഘടന ആവശ്യപ്പെട്ടതായിട്ട് ഞങ്ങളുടെ സംഘടന എന്നുള്ള നിലയിൽ ആവശ്യപ്പെട്ടില്ല. വ്യക്തിപരമായി പല ആളുകളും, പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ഞങ്ങളോട് പൈസ ചോദിക്കാറുണ്ട്. ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ കഴിവിനനുസരിച്ച് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അത് വ്യക്തിപരം. ഇതിപ്പോൾ നിങ്ങൾ സർക്കാരിന് ആവശ്യപ്പെട്ട കാര്യങ്ങൾ, ബാറിന്റെ പ്രവർത്തന സമയം കൂട്ടണം, ഡ്രൈഡേ ഒഴിവാക്കണം. ഞങ്ങൾ മാത്രമല്ല, 20-25ഓളം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ കൊടുത്തില്ല. അത് മാത്രമല്ല, നിങ്ങളൊരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞൊരു മൂന്നാഴ്ച മുമ്പ് തന്നെ ഗവൺമെന്റിൽ 1-2 പെറ്റീഷൻ ചെല്ലാം അയച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ അയച്ചിട്ടുള്ള കൃത്യമായി നിങ്ങൾ പരിശോധിച്ചറിയാം. അയച്ചിരിക്കുന്നത് 2.5 ലക്ഷം രൂപ വെച്ച് ആളുകളെ നിന്ന് വാങ്ങിക്കാൻ പ്രഷർ ചെയ്യുന്നു. ഇലക്ഷൻ ഫണ്ട് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ പ്രഷർ ചെയ്യുന്നു. ഒന്നത്. പിന്നെന്ത്, ബിൽഡിംഗ് ഫണ്ട് വാങ്ങിയിട്ട് അതെല്ലാം പ്രസിഡന്റ് എടുത്തു എന്നുള്ള തരത്തിലുള്ള ചില പരാതികൾ ഗവൺമെന്റിന് അയച്ചിട്ടുണ്ട്. ആ പരാതിയിന്മേൽ വിജിലൻസ് എൻക്വയറി ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ വിജിലൻസ് ഓഫീസർ തന്നെ വിളിച്ചിരുന്നു ഇതിനെക്കുറിച്ചുള്ള ഇത് റിപ്ലൈ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഗവൺമെന്റ് മുഖ്യമന്ത്രിക്ക് വന്ന പരാതി അത് അന്വേഷണത്തിന് ഇട്ടിരിക്കുകയാണ്. അപ്പം ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ വാങ്ങുന്നതായിട്ടുള്ള പരാതി, ബിൽഡിംഗ് ഫണ്ട് വാങ്ങിയിട്ട് ഇതെല്ലാം ഞങ്ങൾ ബിൽഡിംഗ് ഫണ്ട് 4.5 കോടി രൂപ വന്നിട്ടുണ്ടെങ്കിൽ 4.5 കോടി രൂപ അക്കൗണ്ടഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പൈസ ക്യാഷായിട്ട് വന്നിട്ടില്ല.
അപ്പം അത് 2-3 ആഴ്ച മുമ്പേ ഈ പരാതി കൊടുക്കുകയും അത് അന്വേഷണം നടക്കുകയും ചെയ്യണം ഇപ്പം. അപ്പൊ ഇത് മുൻകൂട്ടി നടക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ പ്രവൃത്തി നടന്നിരിക്കുന്നത്. 4 കോടി രൂപ വന്നു, 4 കോടി രൂപ വന്നു. അതിൽ 3 കോടി രൂപയാണ് ഈ ലാൻഡിന് വേണ്ടി ചെലവഴിച്ചെന്ന് പറയുന്നത് ഇതുവരെ. ബാക്കി 1.5 കോടിയുണ്ട്. അതെന്താണ് ഹോൾഡ് ചെയ്യുന്നത്? അല്ലെ, അത് ഒരാളുടെ ഫൈനൽ അഗ്രിമെന്റിലല്ലേ എല്ലാ പൈസയും കൊടുക്കത്തുള്ളൂ. ഫൈനൽ അഗ്രിമെന്റ് അടക്കാൻ പോകുന്ന 4 ദിവസം നടക്കും. ഈ ടോട്ടൽ എത്രയാണ് അതിന്റെ കോസ്റ്റ്? 5,60,00,000 രൂപ അതിന്റെ വില. 6,10,00,000 രൂപയുടെ ചെലവാകും. സംഘടന ഒരാളെ നിന്ന് 1 രൂപ ഇന്ന് വരെ വാങ്ങിച്ചിട്ടില്ല. 1 രൂപ ഒരാളിൽ നിന്ന് ഇന്ന് വരെ ഞങ്ങൾ വാങ്ങുന്നെങ്കിൽ അക്കൗണ്ടായിട്ട് മാത്രമേ വാങ്ങിക്കുള്ളൂ. ഒരാളിൽ നിന്ന് 1 രൂപ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഒരാൾക്കും 1 രൂപ ഇന്ന് വരെ കൊടുത്തിട്ടില്ല. ഉറപ്പിച്ചു പറയില്ല. കാര്യം അതുകൊണ്ടാണ് പറഞ്ഞത്, കഴിഞ്ഞ 10-25 ദിവസം മുമ്പ് ഇത്തരത്തിലൊരു പരാതി വരുന്നു. ഇങ്ങനെ പൈസ പിരിക്കുന്നതായിട്ടൊരു പരാതി, പിന്നെ ബിൽഡിംഗ് ഫണ്ട് പിരിച്ചു അത് പ്രസിഡന്റ് എടുത്തോണ്ട് പോകുന്നതായിട്ടൊരു പരാതി. അതിനെ തുടർന്ന് ഗവൺമെന്റിന്റെ മുമ്പിൽ വന്നപ്പോൾ ഗവൺമെന്റ് അത് വിജിലൻസ് എൻക്വയറിക്ക് ഇട്ടിരിക്കണം. ഒരു ഗവൺമെന്റ് നിലയിൽ സ്വാഭാവികമായിട്ട് എൻക്വയറി വരും. അതിന് ഞങ്ങൾ മറുപടി വരാൻ ഞങ്ങളെ രേഖകളുണ്ട്, ഞങ്ങളത് മറുപടി വരാൻ തയ്യാറാണ്. ഞങ്ങളൊരാൾക്ക് വേണ്ടിയും ഒരു പൈസയും പിരിച്ച് ഇന്ന് വരെയും കൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. രാഷ്ട്രീയ ലക്ഷ്യം ഉള്ളതാണ്. അത് അനുമോന് മാത്രമേ അറിയൂ. കാര്യം അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യത്തിലുപരി വേറൊരു സംഘടന രൂപീകരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു സമാന്തര വർക്ക് ഇതിനകത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. ഈ കൊല്ലത്തെ ഉടമകളാരാണ്? ഈ കൊല്ലത്ത് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന കൊല്ലത്തെ 1-2 ആളുകളുണ്ട്, പല ലൈസൻസുകളും അതിനോടൊപ്പം. തിരുവനന്തപുരത്ത് ആസ്ഥാന മന്ദിരം വരുമ്പോൾ കൊല്ലത്തുള്ളവർ സ്വാഭാവികമായിട്ട് അതിനെ എതിർക്കേണ്ടതില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു ബാർ ഹോട്ടൽ ഉടമയെ സംബന്ധിച്ച് 1 ലക്ഷം രൂപ വലിയ കാര്യമൊന്നുമില്ല. ഒരു സംഭാവന അവരുടെ സ്വന്തം സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കുന്നത്. അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ന്യായങ്ങളും അഭിപ്രായങ്ങളും, പിന്നെ ഇതിനകത്ത് നന്നായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എപ്പോഴും നന്നായി പ്രവർത്തിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു പാരലായിട്ടൊരെണ്ണം ഉണ്ടാക്കിയാൽ എന്തെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിനകത്തുണ്ടാവും. കാര്യം ഞങ്ങളിപ്പം വളരെ ഭംഗിയായിട്ട് ഞങ്ങളൊരു 10-500 കുട്ടികളെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഫ്രീ ഓഫ് കോസ്റ്റ് പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം വളരെ ഏറ്റവും നന്നായിട്ട് ഒരു മാതൃകയായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണ് ഇപ്പോഴും നമ്മുടെ ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള ആളുകളും സ്വാഭാവികമായിട്ട് എല്ലാ സംഘടനയിൽ കടന്നുകൂടുന്നത് പോലെ ഇതിനകത്തും വന്നിട്ടുണ്ട്. അത് മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു 3 ആഴ്ച മുമ്പ് ഇത്തരത്തിലൊരു കത്തയച്ച് വിജിലൻസ് എൻക്വയറി എന്ന് പറയേണ്ട കാര്യമില്ല.